വ്യായാമം 3 തരത്തിലുണ്ട്. 1 ഫ്ലെക്സിബിലിറ്റി, 2 എയറോബിക്, 3 സ്ട്രെങ്ത് ഓർ വെയ്റ്റ് ട്രെയിനിങ്. ഇതിൽ ഫ്ലെക്സിബിലിറ്റി എന്നത് മെയ്വഴക്കമാണ്. ശരീരം അനായാസേന വളയ്ക്കാനും തിരിക്കാനും കഴിയണം. ഇതാണ് എക്സസൈസിന് മുൻപുള്ള വാം അപ്പ്. യോഗാസനങ്ങൾ ഇതിൽപ്പെടും. ശരിയായ എക്സസൈസ് ചെയ്യുന്നതിന് വേണ്ടി പേശികളെ തയ്യാറെടുപ്പിക്കുന്നതാണിത്. 2 എയറോബിക് ഓർ കാർഡിയോ എക്സർസൈസ്. പേരുപോലെ ശ്വസനത്തിൽ നിന്നും ഉള്ള ഓക്സിജനാണ് ഇത് ചെയ്യുന്നതിനുള്ള എനർജി. ഇവിടെ ഹൃദയ രക്തചംക്രമണം കൂടി ഹാർട്ട് റേറ്റ് വർദ്ധിക്കുന്നു. അതായത് അത്യാവശ്യം സംസാരിച്ചുകൊണ്ട് ചെയ്യാവുന്നത്. നടത്തം, നീന്തൽ, സൈക്ലിംഗ്, ഗാർഡനിങ് മുതലായവ. 3 റെസിസ്റ്റൻസ്, സ്ട്രെങ്ത് ഓർ വെയ്റ്റ് ട്രെയിനിങ്, അതായത് ഐസോമെട്രിക് എക്സസൈസ്. പേശികളിൽ സംഭരിച്ചു വച്ചിരിക്കുന്ന ഗ്ലൈക്കോജൻ, ഫാറ്റ് മുതലായവയാണ് ഇത് ചെയ്യുന്നതിനുള്ള എനർജി എന്ന് അറിയുമ്പോൾ ഡയബറ്റീസിലുള്ള ഇതിന്റെ പ്രയോജനം ഊഹിക്കാവുന്നതേ ഉള്ളൂ. ചുരുങ്ങിയ സമയത്ത് ചെയ്യുന്ന ഹൈ ഇന്റൻസിറ്റി മൂവ്മെന്റ്സ് ആണിത്. പുള്ളിങ്, പുഷിങ്, ലിഫ്റ്റിംഗ് ആൻഡ് റെസിസ്റ്റിംഗ് ആയ എല്ലാ മൂവ്മെന്റ്സും ഇതിൽപ്പെടും.